ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. ഇന്നത്തെ വീഡിയോ ഞാനിതിപ്പോൾ എടുത്തു വെച്ചിട്ട് ഓൾമോസ്റ്റ് 1 month ആയി. പിന്നെ ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഈസ്റ്റർ എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച എന്നാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹാർട്ട്ബീസ്പോൺ ഡാമിലുള്ള ഏരിയൽ കേബിൾ വേ ആണ്. ഞങ്ങൾ ഇപ്രാവശ്യം ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് പോയത്. അപ്പം ബർത്ത്ഡേയുടെ അന്ന് പോകുമ്പോൾ അന്ന് ടിക്കറ്റ് ഫ്രീ ആണ് ബർത്ത്ഡേ ബോയ്ക്ക്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കയറി ഇങ്ങനെ വെയിറ്റ് ചെയ്തു. കേബിൾ കാർ വന്നു, ഞങ്ങൾ അതിനകത്ത് പോയി. അതിൽ ഒരാൾക്ക് നല്ല പേടിയായിരുന്നു ഹൈറ്റ്, മറ്റേ ആൾക്ക് യാതൊരു പേടിയുമില്ല. പിന്നെ ഞാനൊരു മീഡിയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട്, പക്ഷേ ഇരുന്ന കേബിൾ കാറിലായതുകൊണ്ട് അത്ര പ്രശ്നം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി ഞാൻ 2 വട്ടം ഇവിടെ പോയിട്ടുള്ളതാണ് നേരത്തെ പലരുടെയും കൂടെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി കണ്ട വ്യൂസൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. അധികം കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ കേബിൾ വേ കയറി മണ്ടയ്ക്ക് പോകുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഹാർട്ട്ബീസ്പോൺ ഇവിടെ ഈ ആക്ടിവിറ്റി പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ പുതിയ ഏതാണ്ടൊക്കെ വരുന്നുണ്ട്. സ്കൈ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കയറാം എന്നൊക്കെ വിചാരിച്ച് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതവിടെ റെഡി ആക്കുന്നതേ ഉള്ളൂ. അവിടെ ട്രയൽസൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഓരോരുത്തരും ട്രയലും ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് അത് സേഫാന്ന് അറിഞ്ഞാലേ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഞങ്ങൾ പിന്നെ അതിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യുവാണ് അത് സ്റ്റാർട്ടാവാൻ. ഞങ്ങളിങ്ങനെ പിന്നെ ഓരോ ഫോട്ടോ സെഷനും നടത്തി, ഓരോ റീൽസും എടുത്ത് ഇങ്ങനെ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് സംസാരമായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ വെറുതെ ഓരോ ടൈം പാസ് നടത്തി എൻജോയ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവായിരുന്നു ഞങ്ങൾ. നമ്മളാ കയറി ചെല്ലുന്ന വലിയ മൗണ്ടൻ്റെ മണ്ടയ്ക്ക് നിന്ന് നോക്കിയാൽ ഫുൾ ഹാർട്ട്ബീസ്പോൺ ഏരിയയും പിന്നെ അവിടുത്തെ ഒരു ദൂരെയുള്ളൊരു സ്കൂളും പിന്നെ അവിടുത്തെ ഡാമും എല്ലാം കാണാൻ പറ്റും. നല്ലൊരു സീനാണ് അത്. ഫുൾ പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ആസ് യൂഷ്വൽ ഇവിടെയും ഉണ്ട് ക്യൂരിയോ ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഐസ്ക്രീമൊക്കെ കിട്ടും. അവിടെ ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. ഉച്ചയ്ക്കത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒത്തിരി സമയമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ എല്ലാ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു, എല്ലാം പരിപാടിയും കഴിഞ്ഞു, എന്നാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആ കാണുന്നുള്ള വ്യൂ ആണിത്. നല്ല രസമാണ് അതെല്ലാം കാണാൻ, ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം 2 പേരെ കിട്ടിയപ്പോൾ റീൽസ് ചെയ്തു. പിന്നെ അത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ യൂട്യൂബ് ഷോർട്സിനകത്തും ഇൻസ്റ്റഗ്രാമിലും ഇട്ടായിരുന്നു. ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു. അയ്യോ, പറയണ്ട. പിന്നെ ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് അധികം സെലിബ്രേഷനൊന്നും ഉണ്ടായില്ല ഇപ്രാവശ്യം. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് എൻജോയ് ചെയ്തു ഒരു ദിവസം ഫുള്ള്. ഞാനീ പറയുന്നതൊക്കെ 1 മാസം മുമ്പുള്ള കാര്യമാണ് കേട്ടോ. കേബിൾ വേ അവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം റെനോവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഞാൻ ഇപ്രാവശ്യം കണ്ടുപോയതിനെക്കാട്ടിലും. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ കേബിൾ കാർ എന്ന് പറഞ്ഞല്ലോ കയറിയത്. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ളതും ഒന്ന് 2 സീറ്ററും ഉണ്ട്. അപ്പോൾ 2 സീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ട് ഓപ്പണായിട്ട് 2 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇതാണ്. നെക്സ്റ്റ് ടൈം ഇനി എപ്പോഴേലും ഇവിടെ പോവാണ് 2 സീറ്റർ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ സൗണ്ടിലെ ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് ക്ഷമിക്കണം. ഞങ്ങളൊരു എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഡോഗ്സൊക്കെ ഉണ്ട്, പെറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കുരയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഡാൻസ് കളിച്ചൊരു റീലിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അത് ചുമ്മാ ഞാനിപ്പോൾ ഇട്ടുന്നേ ഉള്ളൂ, ചുമ്മാ ഒരു രസം. ചിലരൊക്കെ എങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ പോയി നോക്കുക. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിന് പറയുന്നത് ലിറ്റിൽ പാരീസ് എന്നാണ്. അപ്പോൾ അവിടെ ചെറിയൊരു പാരീസിലെ നമ്മുടെ ഈഫൽ ടവർ അവിടെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ചെറുതാണ്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. പിന്നെ ഒരു കൗതുകത്തിനായിരിക്കും ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ലിറ്റിൽ പാരീസ് ടവറിൻ്റെ അടുത്ത് പോകുന്ന വഴിക്ക് മൊത്തം അവിടെ ലോക്കുകളാണ്. ഓരോ കപ്പിൾസ് പണ്ട് തൊട്ട് ഇങ്ങനെ കൊളുത്തി ഇടുന്ന ലോക്സാണിത്. എന്തോ പ്രേ ചെയ്ത് വിഷ് ചെയ്ത് കെട്ടുന്നതാണെന്ന് തോന്നുന്നു. അവിടെ എല്ലാവരും ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിറഞ്ഞ് ആ ടവറിൻ്റെ മുകളിൽ വരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലോക്ക് ഇട്ടിരിക്കുക അവർ മാക്സിമം.
ഇത്രയും ലോക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒച്ചിര സ്ഥലം പോലും ഇല്ല ഇനി ഒരു ലോക്ക് ഇടാൻ അതിനകത്ത്. എന്നിട്ടും അവർ കുത്തിക്കയറ്റി ലോക്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഓരോ കപ്പിൾസ്. ഞങ്ങൾ പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ല. പോകുന്ന വഴിക്ക് മൊത്തം ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട്. ആസ് യൂഷ്വൽ ക്യൂരിയോ ഷോപ്സും കുഞ്ഞു കുഞ്ഞു കഴിക്കുന്ന ഫുഡ് ഷോപ്സും കൗണ്ടേഴ്സും എല്ലാം ഐസ്ക്രീം പാർലർ അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇവിടെ പിന്നെ ആകപ്പാടെ ആ ലോക്സും പിന്നെ ഈഫൽ ടവർ പോലത്തെ ലിറ്റിൽ പാരീസിൻ്റെ അത് മാത്രമേ ഉള്ളൂ കാണാൻ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയും ഉള്ളൂ. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. And don't forget to like, share and subscribe to my channel please. Shweta's Diaries.